നമസ്കാരം. +1 ആൻഡ് +2 ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. മനുഷ്യനെ സംബന്ധിച്ച് ബന്ധങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. നമുക്ക് സുഹൃത്ത് ബന്ധങ്ങളുണ്ട്, രക്തബന്ധങ്ങളുണ്ട്, മറ്റ് സാമൂഹിക ബന്ധങ്ങളുണ്ട്. ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്നൊരു ചൊല്ലുണ്ട്. അതായത് ഏതൊരു ബന്ധത്തെക്കാളും മീതെയാണ് രക്തബന്ധം. പക്ഷേ ഇതെപ്പോഴും ശരിയാവണമെന്നില്ല. പലപ്പോഴും നമ്മൾ മറ്റ് ബന്ധങ്ങൾക്ക് രക്തബന്ധങ്ങളെക്കാൾ പ്രാധാന്യം കൊടുക്കാറുണ്ട്. നമുക്ക് നല്ല അറ്റാച്ച്മെന്റ് ഉള്ള ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തെ പോസിറ്റീവായി സ്വാധീനിച്ചേക്കാം. കൂടുതൽ നോട്ട്സിനും വീഡിയോസിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 51 പേജിലെ റീഡ് ആൻഡ് റിഫ്ലക്ട് പാർട്ട് ഒന്ന് നോക്കുക. The bonds of human relationship are very strong. They are so complex that it is difficult for us to explain. Words and deeds have a soothing effect, and they cement the bonds of relationship. Here is a story about the impact of words. Read on. മനുഷ്യബന്ധങ്ങളുടെ കെട്ടുകൾ വളരെ ശക്തമാണ്. നമുക്ക് വിശദീകരിക്കാനാവാത്തവണ്ണം അവ സങ്കീർണവുമാണ്. നമ്മുടെ ശരിയായ വാക്കും പ്രവൃത്തിയും മറ്റുള്ളവർക്ക് ആശ്വാസദായകമായിരിക്കും. അവ ബന്ധങ്ങളെ ഉറപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നറിയാനായി ഈ കഥ വായിക്കുക. പ്രശസ്ത ബംഗാളി എഴുത്തുകാരൻ പ്രഭാത് കുമാർ മുഖോപാധ്യായയുടെ കഥയാണ് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ലണ്ടനിലാണ് ഈ കഥ നടക്കുന്നത്. മിസ്റ്റർ ഗുപ്ത, മാഗി, മിസസ് ക്ലിഫർഡ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. ലണ്ടനിൽ സിവിൽ സർവീസ് ട്രെയിനിങ്ങിന് എത്തിയതാണ് മിസ്റ്റർ ഗുപ്ത. അദ്ദേഹം മാഗിയെ കണ്ടുമുട്ടുന്നതോടെയാണ് ഈ കഥ ആരംഭിക്കുന്നത്. ഇനി നമുക്ക് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിന്റെ കഥ ഒന്ന് കേൾക്കാം. മിസ്റ്റർ ഗുപ്തയാണ് കഥ പറയുന്നത്. ലഞ്ച് കഴിക്കാനായി ഞാൻ ലണ്ടനിലെ സെയിൻറ്റ് മാർട്ടിൻസ് ലെയിനിലുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അവിടെ വലിയ തിരക്കില്ലായിരുന്നു. ഒരു വെയിട്രസ് വന്ന് എൻ്റെ ഓർഡർ എടുത്തു. അപ്പോഴാണ് ഒരു ഇംഗ്ലീഷ് പെൺകുട്ടിയിൽ എൻ്റെ കണ്ണുകൾ ഉടക്കിയത്. അവൾ എന്നെയും നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അവൾ മുഖം തിരിച്ചു. ആ പെൺകുട്ടിക്ക് 13-14 വയസ്സ് കാണും. അവളുടെ വസ്ത്രങ്ങൾ കണ്ടാലറിയാം പാവപ്പെട്ട വീട്ടിലെയാണെന്ന്. അവളുടെ വലിയ കണ്ണുകളിൽ ശോകം നിഴലിട്ടിരുന്നു. ഞാൻ ഓർഡർ ചെയ്ത ഭക്ഷണം എത്തിയപ്പോഴേക്കും അവളുടെ ഭക്ഷണം അവൾ കഴിച്ചു തീർത്തിരുന്നു. ബിൽ പേ ചെയ്യുമ്പോൾ അവർ ക്യാഷ്യറോട് ചോദിച്ചു, മിസ്, ആയിരിക്കുന്ന മാന്യ വ്യക്തി ഇന്ത്യക്കാരനാണോ? അതെ എന്ന് തോന്നുന്നു, ക്യാഷ്യർ മറുപടി പറഞ്ഞു. അദ്ദേഹം ഇവിടെ കൂടെ വരാറുണ്ടോ? അവൾ ചോദിച്ചു. ക്യാഷ്യർ പറഞ്ഞു, ഇല്ലെന്ന് തോന്നുന്നു. അദ്ദേഹം നേരത്തെ ഇവിടെ വന്നതായി ഞാൻ ഓർക്കുന്നില്ല. പെൺകുട്ടി ക്യാഷ്യറോട് നന്ദി പറഞ്ഞ് എന്നെ ഒന്നുകൂടി നോക്കിയ ശേഷം അവിടെ നിന്നും പോയി. ഞാൻ അത്ഭുതപ്പെട്ടു. അവൾ എന്തിനായിരിക്കും എന്നെപ്പറ്റി അന്വേഷിച്ചത്? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞാനൊരു വെയിട്രസിനോട് ചോദിച്ചു, അവിടെ ഇരുന്ന പെൺകുട്ടി അറിയുമോ? എനിക്ക് അവളെ അറിയില്ല സർ, പക്ഷേ അവൾ എല്ലാ ശനിയാഴ്ചയും ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരാറുണ്ട്, വെയിട്രസ് മറുപടി പറഞ്ഞു. ഞാൻ വീണ്ടും ചോദിച്ചു, അവൾ എവിടെ നിന്നും വരുന്നുവെന്നറിയുമോ? വെയിട്രസ് പറഞ്ഞു, അവൾ ഇവിടെയുള്ള ഏതെങ്കിലും ഷോപ്പിൽ ജോലി ചെയ്യുന്നവളാണെന്ന് തോന്നുന്നു. അതെങ്ങനെ അറിയാം? ഞാൻ ചോദിച്ചു. ശനിയാഴ്ചയാണ് എല്ലാവർക്കും ശമ്പളം കിട്ടുന്ന ദിവസം. ആ ദിവസമാണ് അവൾ ഇവിടെ ഭക്ഷണം കഴിക്കാനായി വരുന്നത്. മറ്റു ദിവസങ്ങളിൽ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ അവളുടെ കയ്യിൽ പണം കാണില്ല, വെയിട്രസ് പറഞ്ഞു. എനിക്ക് ആകാംക്ഷയായി. ഏതായിരിക്കുമോ പെൺകുട്ടി? ഞായറാഴ്ച ലണ്ടനിലെ കടകളെല്ലാം അവധിയായിരിക്കും. തിങ്കളാഴ്ച ഞാൻ അവളെ അന്വേഷിച്ച് സെയിൻറ്റ് മാർട്ടിൻസ് ലെയിനിലെയും സ്ട്രാൻഡിലെയും കടകൾ കയറി ഇറങ്ങി. പക്ഷേ എനിക്ക് അവളെ കണ്ടെത്താനായില്ല. ഒരാഴ്ച കഴിഞ്ഞു. അടുത്ത ശനിയാഴ്ച ഞാൻ വീണ്ടും ആ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ആ പെൺകുട്ടി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവളുടെ മേശയ്ക്കടുത്തുള്ള കസേരയിൽ അവൾക്കെതിരെ ഇരുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ, ഞാൻ അവളെ വിഷ് ചെയ്തു. ഗുഡ് ആഫ്റ്റർനൂൺ സർ, അവൾ അല്പം സംശയത്തോടെ തിരിച്ചും വിഷ് ചെയ്തു. ഞാൻ മെല്ലെ അവളുമായി സംസാരിക്കാൻ ആരംഭിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ അവൾ ചോദിച്ചു, താങ്കൾ ഇന്ത്യക്കാരനാണോ? അതെ, ഞാൻ മറുപടി കൊടുത്തു. താങ്കൾ വെജിറ്റേറിയൻ ആണോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? മിക്ക ഇന്ത്യക്കാരും വെജിറ്റേറിയൻസ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ത്യയെപ്പറ്റി നിനക്ക് എങ്ങനെ അറിയാം? എൻ്റെ മൂത്ത സഹോദരൻ ഇന്ത്യയിലാണ്. അദ്ദേഹം ഇവിടെ ബ്രിട്ടീഷ് പട്ടാളത്തിൽ ജോലി ചെയ്യുന്നു. ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ വെജിറ്റേറിയൻ ഒന്നുമല്ല, പക്ഷെ വല്ലപ്പോഴും ഞാൻ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കും. എൻ്റെ ഈ മറുപടി കേട്ടപ്പോൾ അവൾക്ക് നിരാശ ഉണ്ടായതുപോലെ തോന്നി. അവൾക്ക് ആകെ ഉള്ളത് ഇന്ത്യയിൽ പട്ടാളക്കാരനായി ജോലി ചെയ്യുന്ന സഹോദരനും അവളുടെ വിധവയായ അമ്മയുമാണ്. നിൻ്റെ ചേട്ടൻ കത്തൊക്കെ അയക്കാറുണ്ടോ? ഞാൻ അവളോട് ചോദിച്ചു. ചേട്ടൻ്റെ കത്ത് വന്നിട്ട് കുറേ നാളായി. അമ്മ അതുകൊണ്ട് വിഷമിച്ചിരിക്കുകയാണ്. ആൾക്കാർ പറയുന്നത് ഇന്ത്യ മുഴുവൻ കടുവകളും പാമ്പുകളും പകർച്ചവ്യാധികളുമാണെന്നാണ്. അത് ശരിയാണോ? ഞാൻ പറഞ്ഞു, ശരിയല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അവിടുത്തെ മനുഷ്യർ എങ്ങനെ ജീവിക്കുമായിരുന്നു? ഒരു ഇന്ത്യക്കാരനെ കണ്ടിരുന്നുവെങ്കിൽ ഇക്കാര്യങ്ങളൊക്കെ ചോദിക്കാമായിരുന്നു എന്നാണ് അമ്മ പറയുന്നത്. ഇത് പറഞ്ഞ് അവൾ വളരെ പ്രതീക്ഷയോടെ എന്നെ നോക്കി. അവൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവളുടെ അമ്മയെ കാണാൻ അവളുടെ കൂടെ പോകണം. പക്ഷേ അതെന്നോട് ആവശ്യപ്പെടാനുള്ള ധൈര്യം അവൾക്കില്ല. അവളുടെ അമ്മയെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടായി. ഈ നാട്ടിലെ ദരിദ്രരായ ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലാക്കണം. ഞാൻ അവളോട് ചോദിച്ചു, നിൻ്റെ അമ്മയ്ക്ക് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുമോ? ഒരു ദിവസം നിൻ്റെ കൂടെ ഞാൻ നിൻ്റെ വീട്ടിൽ വരാം.
അവളുടെ കണ്ണുകൾ വിടർന്നു. വളരെ നന്ദി, താങ്കൾ ദയാലുവാണ്. ഇപ്പോൾ എൻ്റെ കൂടെ വരാൻ താങ്കൾക്ക് പറ്റുമോ? ഞാൻ തീർച്ചയായും വരാം. ഞങ്ങൾ ലഞ്ച് കഴിച്ച് എഴുന്നേറ്റു. അവളുടെ വീട്ടിലേക്ക് ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ഞാൻ അവളോട് ചോദിച്ചു, നിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ആലിസ് മാർഗരറ്റ് ക്ലിഫർഡ് എന്നാണ്. ഞാൻ നിന്നെ എന്താണ് വിളിക്കേണ്ടത്? മിസ് ക്ലിഫർഡ് എന്നോ ആലീസ് എന്നോ? എന്നെ എല്ലാവരും വിളിക്കുന്നത് മാഗി എന്നാണ്. ഞങ്ങളൊരു പാലം കടന്ന് ലാംബത്ത് എന്ന സ്ഥലത്തെത്തി. അത് പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. എനിക്ക് കുറച്ചുകൂടി നല്ലൊരു ജോലി കിട്ടുകയാണെങ്കിൽ അമ്മയെ ഞാൻ ഇവിടെ നിന്നും കൊണ്ടുപോകും, അവൾ പറഞ്ഞു. ഞാനൊരു ചോദ്യം പറഞ്ഞു. നിൻ്റെ അച്ഛൻ നിന്നെ വിളിച്ചിരുന്നത് മാഗി എന്നാണോ മാക്സി എന്നാണോ? അച്ഛന് സ്നേഹം കൂടുമ്പോൾ എന്നെ മാക്സി എന്ന് വിളിക്കുമായിരുന്നു. അത് താങ്കൾക്ക് എങ്ങനെ അറിയാം? അവൾ ചോദിച്ചു. ഞാൻ അല്പം നിഗൂഢത ഭാവിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇന്ത്യക്കാരനാണ്. ഞങ്ങൾക്ക് ഭാവി പ്രവചിക്കാൻ പറ്റും, പിന്നെ മാജിക്കും അറിയാം. ഞാൻ കേട്ടിട്ടുണ്ട്, അവൾ പറഞ്ഞു. എന്ത് കേട്ടിട്ടുണ്ടെന്ന്? ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു. ഇന്ത്യയിൽ ദിവ്യശക്തികളുള്ള ഒരുപാട് പേരുണ്ട്. അവരെ യോഗികളെന്നാണ് വിളിക്കുന്നത്. പക്ഷേ താങ്കളൊരു യോഗിയല്ല. ഞാനൊരു യോഗിയല്ലെന്ന് നിനക്കെങ്ങനെ അറിയാം? യോഗികൾ മാംസഭക്ഷണം കഴിക്കില്ല. താങ്കൾ കഴിക്കുമല്ലോ. അതാണല്ലേ നീ ചോദിച്ചത്, ഞാനൊരു വെജിറ്റേറിയൻ ആണോ എന്ന്. ഇതിന് മറുപടിയായി അവൾ ചിരിച്ചതേ ഉള്ളൂ. ഞങ്ങൾ മാഗിയുടെ വീട്ടിലെത്തി. അവളുടെ അമ്മ അടുക്കളയിലായിരുന്നു. ഞാനും മാഗിയും നേരെ അടുക്കളയിലേക്ക് പോയി. എന്നെ അവൾ അവളുടെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി. ഞാൻ ഇന്ത്യയിൽ നിന്നാണ് അറിഞ്ഞപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. മിസ്സസ് ക്ലിഫർഡ്, മാഗിയുടെ അമ്മ, കേക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശനിയാഴ്ച ശമ്പള ദിവസമായതിനാൽ കേക്കുകൾ വിറ്റുപോകും. മിസ്സസ് ക്ലിഫർഡ് ഇന്ത്യയെപ്പറ്റി ചില ചോദ്യങ്ങൾ ചോദിച്ചു. എങ്ങനെയുള്ള രാജ്യമാണ് ഇന്ത്യ? ജീവിക്കാൻ സുരക്ഷിതമാണോ? പാമ്പുകളും കടുവകളും ഉണ്ടോ? തുടങ്ങിയ ചോദ്യങ്ങൾ. ഇന്ത്യ സുരക്ഷിതമാണെന്ന് ഞാൻ മറുപടി കൊടുത്തു. മാഗിയുടെ സഹോദരൻ ഫ്രാങ്ക് പഞ്ചാബിലാണ് ജോലി ചെയ്യുന്നത്. പഞ്ചാബ് നല്ല സ്ഥലമാണെന്ന് ഞാൻ അവരെ അറിയിച്ചു. സ്വീകരണ മുറിയിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ മിസ്സസ് ക്ലിഫർഡ് മാഗിയോട് എന്നെ ഒരു മോതിരം കാണിക്കാൻ പറഞ്ഞു. മാഗി മോതിരം എടുത്തുകൊണ്ടുവന്നു. മിസ്സസ് ക്ലിഫർഡ് പറഞ്ഞു, ഇതൊരു മാന്ത്രിക മോതിരമാണ്. ഇന്ത്യയിലൊരു യോഗി ഫ്രാങ്കിന് കൊടുത്തതാണ് ഈ മോതിരം. ഒരു വ്യക്തിയെ മനസ്സിലോർത്ത് ഈ മോതിരത്തിലെ ചെറിയ ഗ്ലാസ്സിൽ നോക്കിയാൽ ആ വ്യക്തി എന്ത് ചെയ്യുന്നുവെന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് യോഗി ഫ്രാങ്കിനോട് പറഞ്ഞത്. ഞങ്ങൾ ഫ്രാങ്കിനെ മനസ്സിലോർത്ത് കുറേ പ്രാവശ്യം അതിൽ നോക്കി, പക്ഷേ ഒന്നും കാണാൻ പറ്റിയില്ല. താങ്കളൊന്ന് ശ്രമിച്ചു നോക്കുമോ? താങ്കളൊരു ഹിന്ദു ആയതുകൊണ്ട് താങ്കൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമായിരിക്കും. അന്ധവിശ്വാസം എന്നത് ഇന്ത്യയിൽ മാത്രമുള്ള സംഗതിയല്ല എന്നെനിക്ക് ബോധ്യമായി. ഇതൊരു സാധാരണ മോതിരമാണെന്നും ഇതിൽ ദിവ്യശക്തി ഒന്നുമില്ലെന്നും അവരോട് പറയാൻ എനിക്കായില്ല. ഞാൻ കുറേ നേരം ആ മോതിരത്തിലേക്ക് നോക്കിയിരുന്നു. അതിനുശേഷം ഞാൻ അവരോട് പറഞ്ഞു, എനിക്കിതിലൊന്നും കാണാൻ പറ്റുന്നില്ല. അമ്മയും മകളും നിരാശരായി. വിഷയം മാറ്റാനായി ഞാൻ മാഗിയോട് വയലിൻ വായിക്കാൻ ആവശ്യപ്പെട്ടു. കുറേ നിർബന്ധിച്ചതിന് ശേഷമാണ് അവൾ വയലിൻ വായിച്ചത്. ആ കുടുംബത്തെ സന്ദർശിച്ചത് എന്നെ ആഴത്തിൽ സ്പർശിച്ചു. 3 മാസങ്ങൾ കഴിഞ്ഞു. ഞാൻ മാഗിയുടെ വീട്ടിൽ പലതവണ സന്ദർശനം നടത്തി. ഒരിക്കൽ ഞാൻ അവളെ മൃഗശാല കാണാൻ കൊണ്ടുപോയി. അവൾ അവിടെ ഇന്ത്യൻ രാജ എന്ന ആനപ്പുറത്തേറി സവാരി നടത്തി. അവൾക്ക് ഒരുപാട് സന്തോഷമായി. പക്ഷേ അവളുടെ സഹോദരൻ ഫ്രാങ്കിനെ പറ്റി ഒരു വിവരവും അവർ കേട്ടില്ല. മിസ്സസ് ക്ലിഫർഡിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഞാൻ ലണ്ടനിലെ ഇന്ത്യ ഹൗസിൽ അന്വേഷിച്ചു. ഫ്രാങ്കിൻ്റെ റെജിമെൻറ്റ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ യുദ്ധത്തിലാണ്. അത് കേട്ടപ്പോഴേക്കും മിസ്സസ് ക്ലിഫർഡിന് വിഷമമായി. ഒരു ദിവസം എനിക്ക് മാഗിയുടെ കത്ത് കിട്ടി. അമ്മയ്ക്ക് സുഖമില്ല. ഒരാഴ്ചയായി ഞാൻ ജോലിക്ക് പോയിട്ട്. വീട്ടിലേക്കൊന്ന് വരാമോ? ഇതായിരുന്നു കത്തിൻ്റെ ഉള്ളടക്കം. ഞാൻ ലണ്ടനിലെ ഒരു ഇംഗ്ലീഷ് കുടുംബത്തിൻ്റെ അതിഥിയായി ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അവരോട് മാഗിയെയും മിസ്സസ് ക്ലിഫോർഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവരോട് മാഗിയുടെ കത്തിനെ പറ്റി സംസാരിച്ചു. എൻ്റെ ആതിഥേയ എന്നോട് പറഞ്ഞു, താങ്കൾ അവരുടെ വീട്ടിൽ പോകുമ്പോൾ അവർക്ക് കുറച്ച് പണം നൽകണം. ആ കുട്ടി ഒരാഴ്ചയായില്ലേ ജോലിക്ക് പോയിട്ട്? അവരുടെ അവസ്ഥ കഷ്ടമായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞാൻ കുറച്ച് പണവുമായി മാഗിയുടെ വീട്ടിലേക്ക് പോയി. മാഗിയാണ് വാതിൽ തുറന്നത്. അവൾ വളരെ ക്ഷീണിച്ചിരുന്നു. കണ്ണുകൾ കുഴിഞ്ഞിരുന്നു. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഞാൻ ചോദിച്ചു. അമ്മ ഇപ്പോൾ ഉറങ്ങുകയാണ്. അമ്മയുടെ രോഗാവസ്ഥ വളരെ മോശമാണ്. ഫ്രാങ്കിന് എന്തെങ്കിലും അപകടം പറ്റിയിരിക്കാം എന്നുള്ള ഭയം കൊണ്ടാണ് അമ്മയുടെ അസുഖം കൂടിയത്. ഇപ്പോഴും ഞങ്ങൾക്ക് ഫ്രാങ്കിനെ പറ്റിയ ഒരു വിവരവുമില്ല. അമ്മ മരിച്ചു പോകുമോ എന്നെനിക്ക് ഭയമാകുന്നു. ഞാൻ മാഗിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അവൾ പറഞ്ഞു, എനിക്ക് താങ്കളുടെ ഒരു അഭ്യർത്ഥനയുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണത്? അവളൊന്നും പറയാതെ വീണ്ടും കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, മാഗി, നീ കാര്യം പറയൂ. എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായും സഹായിക്കാം. അവൾ പറഞ്ഞു, മിസ്റ്റർ ഗുപ്ത, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ താങ്കൾ ക്ഷമിക്കണം. ഇന്നലെ മുഴുവൻ അമ്മ പറയുകയായിരുന്നു, മിസ്റ്റർ ഗുപ്ത ഒന്നുകൂടി ആ മോതിരത്തിൽ നോക്കുകയാണെങ്കിൽ ഫ്രാങ്കിനെ പറ്റി ചിലപ്പോൾ അറിയാൻ പറ്റും എന്ന്. ഞാൻ ഒന്നുകൂടി മോതിരത്തിൽ നോക്കാം മാഗി. മാഗി പറഞ്ഞു, പക്ഷേ ഈ തവണയും താങ്കൾ ഒന്നും കണ്ടില്ലെങ്കിലോ? മാഗി ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. മാഗി വീണ്ടും പറഞ്ഞു, മിസ്റ്റർ ഗുപ്ത, ഹിന്ദുക്കൾ സത്യസന്ധരാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. താങ്കൾ ഒരിക്കൽ കൂടി മോതിരത്തിൽ നോക്കി ഫ്രാങ്കിന് സുഖമായിരിക്കുന്നു എന്ന് അമ്മയോട് പറഞ്ഞാൽ അതൊരു വലിയ കള്ളമാകുമോ? അത് തെറ്റാണോ? ഞാനെന്ന് ആലോചിച്ചു.
മിസ്സിസ് ക്ലിഫോർഡിൻ്റെ ജീവൻ നിലനിർത്താനായി ഒരു കള്ളം പറയുന്നതിൽ കുഴപ്പമില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ശരി മാഗി, നീ പോയി മോതിരം എടുത്തുകൊണ്ട് വരൂ. ഞാൻ ഇത്തവണ കുറച്ചുകൂടി ശ്രദ്ധിച്ച് നോക്കാം. മാഗി മോതിരം കൊണ്ടുവന്നു. ഇനി നിൻ്റെ അമ്മ ഉണർന്നോ എന്ന് നോക്കൂ. 15 മിനിറ്റുകൾക്ക് ശേഷമാണ് മാഗി തിരിച്ചു വന്നത്. അവൾ പറഞ്ഞു, അമ്മ ഉണർന്നു, താങ്കൾ വരൂ. ഞാൻ മിസ്സിസ് ക്ലിഫർഡിൻ്റെ കിടക്കക്കരിയിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, മിസ്സിസ് ക്ലിഫർഡ്, താങ്കളുടെ മകൻ ജീവനോടെയുണ്ട്. അവൻ സുഖമായിരിക്കുന്നു. മിസ്സിസ് ക്ലിഫർഡ് തലയിണയിൽ നിന്നും തലയൽപ്പ് ഉയർത്തിയിട്ട് ആകാംക്ഷയോടെ ചോദിച്ചു, മോതിരത്തിൻ്റെ ക്രിസ്റ്റലിൽ താങ്കൾ ഫ്രാങ്കിനെ കണ്ടോ? ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, അതേ മിസ്സിസ് ക്ലിഫർഡ്, ഞാൻ ഫ്രാങ്കിനെ കണ്ടു. സന്തോഷം കൊണ്ട് അവരുടെ കണ്ണ് നിറഞ്ഞു. അവർ പറഞ്ഞു, ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. മിസ്സിസ് ക്ലിഫർഡിൻ്റെ അസുഖം മാറി. എനിക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. മാഗിയുടെ വീട്ടിൽ പോയി അവളോടും മിസ്സിസ് ക്ലിഫർഡിനോടും യാത്ര പറയണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സാധിച്ചില്ല. കാരണം ആ കുടുംബം ദുഃഖായരണത്തിലാണ്. മാഗിയുടെ സഹോദരൻ ഫ്രാങ്ക് 1 മാസം മുൻപ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഞാൻ മോതിരം നോക്കിയ ഫ്രാങ്ക് സുഖമായിരിക്കുന്നുവെന്ന് മിസ്സിസ് ക്ലിഫർഡിനോട് പറഞ്ഞ ദിവസത്തിന് ഏതാനും നാളുകൾക്ക് മുമ്പ് അയാൾ മരിച്ചിരുന്നു. എനിക്ക് മിസ്സിസ് ക്ലിഫർഡിനെ അഭിമുഖീകരിക്കാൻ ലജ്ജ തോന്നി. അതുകൊണ്ട് അവർക്ക് ഗുഡ് ബൈ പറഞ്ഞ് ഞാനൊരു കത്തയച്ചു. ലണ്ടനിലെ എൻ്റെ അവസാന ദിവസം എത്തിച്ചേർന്നു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ മാഗി എന്നെ കാണാനെത്തി. അവൾ കറുപ്പ് വസ്ത്രമാണ് ധരിച്ചിരുന്നത്. താങ്കൾ ഇന്നാണോ പോകുന്നത്? അവൾ ചോദിച്ചു. അതേ മാഗി, ഞാൻ മറുപടി പറഞ്ഞു. താങ്കൾ ഇന്ത്യയിലെത്താൻ എത്ര ദിവസം എടുക്കും? 2 ആഴ്ചയിൽ കൂടുതലെടുക്കും. ഇന്ത്യയിൽ എവിടെയാണ് താങ്കൾ താമസിക്കാൻ പോകുന്നത്? ഞാൻ പഞ്ചാബ് സിവിൽ സർവീസിലാണ് ജോലിക്ക് കയറാൻ പോകുന്നത്. ഏത് സ്ഥലത്താണ് എന്നെ പോസ്റ്റ് ചെയ്യുന്നത് എന്ന് അവിടെ എത്തിക്കഴിയുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കൂ. ഫ്രാങ്കിനെ ഇറക്കിയിരിക്കുന്നത് ദേരാ ഗാസിഖാൻ എന്ന സ്ഥലത്താണ്. ഇത് പറഞ്ഞപ്പോൾ മാഗിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഞാൻ ഫ്രാങ്കിൻ്റെ കല്ലറ സന്ദർശിച്ചതിന് ശേഷം നിനക്ക് കത്തെഴുതാം. ഞാൻ മാഗിക്ക് ഉറപ്പ് കൊടുത്തു. താങ്കൾക്ക് അത് ബുദ്ധിമുട്ടാകുമോ? അവൾ ചോദിച്ചു. ഒരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ തീർച്ചയായും അവിടെ പോകും. പോക്കറ്റിൽ നിന്ന് മാഗി ഒരു ഷില്ലിങ്ങിൻ്റെ നാണയമെടുത്തു മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് ഇടറിയ ശബ്ദത്തോടെ പറഞ്ഞു, താങ്കൾ അവിടെ പോകുമ്പോൾ ഈ പണം കൊണ്ട് പൂക്കൾ വാങ്ങണം. എന്നിട്ട് ഫ്രാങ്കിൻ്റെ കല്ലറയിൽ വെക്കണം. വികാരാധിക്യം കൊണ്ടെൻ്റെ തല താഴ്ന്നു. കഠിനമായി ജോലി ചെയ്തായിരിക്കും ഈ പെൺകുട്ടി ഈ ഷില്ലിംഗ് സമ്പാദിച്ചത്. ഒരുപാട് പൂക്കൾ വിടരുന്ന നാടാണ് ഇന്ത്യ. പണം കൊടുത്ത് പൂക്കൾ വാങ്ങേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവളുടെ പണം തിരിച്ചു നൽകിയാലോ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷേ ആ പണം വാങ്ങാൻ തന്നെ ഒടുവിൽ ഞാൻ തീരുമാനിച്ചു. ഇതുകൊണ്ട് അവൾക്കുണ്ടാകുന്ന സന്തോഷത്തെ ഞാനായിട്ടെന്തിന് ഇല്ലാതാക്കണം? അവളുടെ മരിച്ചുപോയ സഹോദരന് വേണ്ടി അവൾക്കിപ്പോൾ ഇതേ ചെയ്യാൻ സാധിക്കും. പണത്തേക്കാൾ മീതെയാണ് ഈ പ്രവൃത്തി നൽകുന്ന സന്തോഷം. അതുകൊണ്ട് അവളുടെ വിഷമം കുറയുന്നുവെങ്കിൽ കുറയട്ടെ. ഞാൻ അവളുടെ സന്തോഷത്തിന് ഒരു തടസ്സമാകില്ല. ആ പണം ഞാൻ എടുത്തു. എന്നിട്ട് പറഞ്ഞു, മാഗി, ഈ പണം കൊണ്ട് പൂക്കൾ വാങ്ങി ഞാൻ നിൻ്റെ സഹോദരൻ്റെ കല്ലറയിൽ വെക്കാം. വളരെ നന്ദി മിസ്റ്റർ ഗുപ്ത. അവൾ സന്തോഷത്തോടെ എഴുന്നേറ്റു. എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി. ബൈ. ഇന്ത്യയിലെത്തിയാൽ കത്തെഴുതണേ. ഞാൻ എഴുന്നേറ്റു. അവളുടെ കയ്യിൽ ചുംബിച്ചു. ഗുഡ് ബൈ മാഗി, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. മാഗി യാത്രയായി. എൻ്റെ കണ്ണിൽ ഉരുണ്ടുകൂടിയ കണ്ണീർ തുള്ളികൾ തുടച്ച ശേഷം ഞാൻ എൻ്റെ ബാഗുകൾ പാക്ക് ചെയ്യാനായി പോയി. ഒരു സഹോദരിക്ക് സഹോദരനോടുള്ള സ്നേഹം, ഒരു അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം, ഇതാണ് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന കഥയുടെ പ്രമേയം. മാത്രമല്ല, മിസ്റ്റർ ഗുപ്തയും മാഗിയും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ആഴവും കഥാകൃത്ത് വരച്ചു കാട്ടുന്നു. മിസസ് ക്ലിഫർഡിൻ്റെ ജീവൻ രക്ഷിക്കാനായി മിസ്റ്റർ ഗുപ്തയ്ക്ക് ഒരു കള്ളം പറയേണ്ടി വന്നു. പക്ഷേ അദ്ദേഹം ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് ഇന്ത്യയിലെത്തിയാൽ ഉടൻ തന്നെ ഫ്രാങ്കിൻ്റെ കല്ലറ സന്ദർശിക്കുമെന്നും മാഗി നൽകിയ പണം കൊണ്ട് പൂക്കൾ വാങ്ങി കല്ലറയിൽ വെക്കുമെന്നും നമുക്ക് ന്യായമായി പ്രതീക്ഷിക്കാം. ഇനി ആക്ടിവിറ്റീസ് എന്തെല്ലാമാണെന്ന് നോക്കാം. Activity 1. Read and respond. It is neither the same everywhere nor the same all the year round in India. Why? അത് ഇന്ത്യയിൽ എല്ലായിടത്തും ഒരുപോലെയല്ല. വർഷം മുഴുവനും അതിൻ്റെ സ്ഥിതി വ്യത്യസ്തമായിരിക്കും. എന്തിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്? Why did the narrator decide to take the shilling given by Maggie? മാഗി നൽകിയ പണം എന്തുകൊണ്ടാണ് മിസ്റ്റർ ഗുപ്ത സ്വീകരിച്ചത്? What is the role of faith in the story? ഈ കഥയിൽ വിശ്വാസത്തിൻ്റെ റോൾ എന്താണ്? ഈ ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരങ്ങൾ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിൻ്റെ നോട്ട്സിൽ നൽകിയിട്ടുണ്ട്. നോട്ട്സ് ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആക്ടിവിറ്റി 2. ഡിസ്കഷൻ. ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. യു മേ ഓൾസോ സജസ്റ്റ് ഓൾട്ടർനേറ്റ് ടൈറ്റിൽസ് ടു ദ സ്റ്റോറി. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന ടൈറ്റിൽ ഈ കഥയ്ക്ക് എത്രമാത്രം യോജിക്കുന്നു? ഈ കഥയ്ക്ക് യോജിക്കുന്ന മറ്റു പേരുകൾ നിർദ്ദേശിക്കാമോ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരവും ഈ ചാപ്റ്ററിൻ്റെ നോട്ട്സിൽ ലഭ്യമാണ്. നോട്ട്സ് ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. 1 shilling, ഗുഡ് ഫെയ്ത്ത് എന്നീ ടൈറ്റിൽസ് ഈ കഥയ്ക്ക് അനുയോജ്യമായിരിക്കും. ആക്ടിവിറ്റി 3. ക്യാരക്ടർ സ്കെച്ച്. പിക്ക് ഔട്ട് ദ വേർഡ്സ് യൂസ്ഡ് ബൈ ദ ഓഥർ ടു ഡിസ്ക്രൈബ് ദ ക്യാരക്ടർ ഓഫ് മാഗി. എസ്റ്റാബ്ലിഷ് ദ above points with the help of related evidence from the text and sketch the character of Maggie. മാഗിയുടെ സ്വഭാവ സവിശേഷതകൾ വിവരിക്കുന്ന ഏതാനും വാക്കുകൾ ബോക്സിൽ നൽകിയിരിക്കുന്നു.
അവയെ ആധാരമാക്കി മാഗി എന്ന കഥാപാത്രത്തിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുക. മാഗി, മിസ്റ്റർ ഗുപ്ത എന്നീ കഥാപാത്രങ്ങളുടെ ക്യാരക്ടർ സ്കെച്ചസ് ഈ ചാപ്റ്ററിൻ്റെ നോട്ട്സിൽ ലഭ്യമാണ്. ആക്ടിവിറ്റി 4 വെബ് ഡയഗ്രം. The following web diagram shows different types of stories. Add more types to it. Now, match the following with the help of a dictionary. പല തരത്തിലുള്ള സ്റ്റോറീസിനെ പറ്റി ഒരു വെബ് ഡയഗ്രം നൽകിയിരിക്കുന്നത് കാണുക. അത് വായിച്ചതിന് ശേഷം തന്നിരിക്കുന്ന മാച്ച് ദ ഫോളോയിങ് എന്ന ടേബിൾ സോൾവ് ചെയ്യുക. ഉത്തരം കണ്ടെത്താൻ ഡിക്ഷണറീസ് അല്ലെങ്കിൽ നെറ്റിൻ്റെ സഹായം തേടാം. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന സ്റ്റോറി ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്ന് കണ്ടെത്തുക. ആക്ടിവിറ്റി 5 റൈറ്റ് അപ്പ്. ഐ വാണ്ട് വർക്ക് ദാറ്റ് വിൽ മേക്ക് മീ യൂസ് മൈ ഹെഡ്, ബ്രെയിൻ വർക്ക്. How far can you relate this statement to your life? What kind of profession do you like? Why? Prepare a write-up. എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ജോലിയാണ് എനിക്ക് ആവശ്യം. മാഗിയുടെ വാക്കുകളാണ്. എങ്ങനെയുള്ള തൊഴിലാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ട്? ഒരു റൈറ്റപ്പ് തയ്യാറാക്കുക. സാമ്പിൾ ആൻസർ നൽകിയിരിക്കുന്നത് കാണുക. Activity 6 letter. When I go to that part of the country, I shall visit your brother's grave and write to you. A few weeks after the narrator's departure, Maggie receives a letter from him. What may be the content of the letter? Draft a letter, assuming that you are the narrator. ഞാൻ ആ സ്ഥലത്ത് പോകുമ്പോൾ നിന്റെ സഹോദരൻ്റെ കല്ലറ സന്ദർശിക്കാം. എന്നിട്ട് നിനക്ക് കത്തെഴുതാം. മിസ്റ്റർ ഗുപ്തയുടെ വാക്കുകളാണിവ. അദ്ദേഹം ഇന്ത്യയിലേക്ക് പോയി ഏതാനും ആഴ്ചകൾക്ക് ശേഷം മാഗിക്ക് അദ്ദേഹത്തിൻ്റെ കത്ത് കിട്ടുന്നു. ആ കത്തിൽ എന്തായിരിക്കും? നിങ്ങളാണ് മിസ്റ്റർ ഗുപ്ത എന്ന് സങ്കല്പിച്ച് കത്ത് തയ്യാറാക്കുക. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ ചാപ്റ്ററിൻ്റെ നോട്ട്സിൽ നൽകിയിട്ടുണ്ട്. നോട്ട്സിൻ്റെ വീഡിയോയ്ക്കായി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കാണുക. മാഗി റീഡ്സ് ദ ലെറ്റർ. ഷീ കനോട്ട് സ്ലീപ് ഫോർ മെനി ഡേയ്സ്. ഇമാജിൻ ദാറ്റ് വൺ ഡേ മിസ്റ്റർ ഗുപ്ത റിസീവ്സ് എ കോൾ ഫ്രം ഹർ. വാട്ട് വുഡ് ഷീ സേ? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് പ്രിപ്പയർ എ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം. എനാക്ട് ദ സീൻ ബൈ ടേക്കിംഗ് അപ്പ് ഡിഫറെൻറ്റ് റോൾസ്. മാഗി മിസ്റ്റർ ഗുപ്തയുടെ കത്ത് വായിക്കുന്നു. കുറേ ദിവസത്തേക്ക് അവൾക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഒരു ദിവസം മാഗി മിസ്റ്റർ ഗുപ്തയെ ഫോൺ ചെയ്യുന്നു. എന്തായിരിക്കും അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവുക? നിങ്ങളുടെ സുഹൃത്തുമായി ചർച്ച ചെയ്ത് കോൺവെർസേഷൻ തയ്യാറാക്കുക. അതിനുശേഷം ഈ കോൺവെർസേഷൻ ക്ലാസ്സിൽ റോൾ പ്ലേ ആയി അവതരിപ്പിക്കുക. സാമ്പിൾ കോൺവെർസേഷൻ ഇവിടെ നൽകിയിരിക്കുന്നു. Activity 8 Review. Read the story The Price of Flowers again and discuss the following with your friends. The theme, style of narration, language, impact of words and expressions, location, characterization, dialogues, the opening and the ending of the story. Now, attempt a critical review of the story. പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന സ്റ്റോറി വായിച്ച ശേഷം അതിൻ്റെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ തയ്യാറാക്കുക. സാമ്പിൾ ആൻസർ ഇവിടെ നൽകിയിരിക്കുന്നു. ആക്ടിവിറ്റി 9 റിപ്പോർട്ടിംഗ്. റിപ്പോർട്ടഡ് സ്പീച്ചിനെ പറ്റിയാണ് ഈ ആക്ടിവിറ്റി. ടെക്സ്റ്റിൽ നിന്നുള്ള ഒരു പാസേജ് എക്സാമ്പിളായി ഇവിടെ നൽകിയിട്ടുണ്ട്. അത് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായി മറ്റൊരു പാസേജ് ഇവിടെ നൽകിയിരിക്കുന്നു. അതിൻ്റെ സൊല്യൂഷൻ ഇവിടെ നൽകുന്നു. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതുമല്ലോ. ഈ ചാനലിലെ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങളുടെ +1, +2 VHSC സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനും നോട്ട്സിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.